അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യോഗത്തിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്നത് ഖുറൈശികളുടെ ഒരു നിർബന്ധമായിരുന്നു. കാരണം സാധാരണ അവർ പല യോഗങ്ങളും അവിടെ ചേരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു യോഗമല്ല ഇപ്പോൾ ചേരാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ, ചിലപ്പോൾ അന്തിമമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടി വരും. ആ തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ ഒപ്പം നിൽക്കാൻ മക്കയിലെ പ്രധാന കുടുംബങ്ങളെല്ലാം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ യോഗത്തിൽ എല്ലാവരും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പറയുകയുണ്ടായി. അതനുസരിച്ച് എല്ലാവരും വന്നു. ബനു മഖ്സൂമിൽ നിന്ന് അബൂജഹലുണ്ട്, അംർ ബിൻ ഹിഷാം എന്ന അബൂജഹൽ. അതോടൊപ്പം ജുബൈർ ബിൻ മുത്തഇം, തുഐമത്ത് ബിൻ അദി, ഹാരിസ് ബിൻ ആമിർ, 3 പ്രധാനികൾ. ആ 3 പ്രധാനികളും ബനു നുഫൈലിൽ നിന്നുള്ളതാണ്. ബനു നുഫൈൽ എന്നത് ബനു അബ്ദു മനാഫിൻ്റെ ഒരു ശാഖയാണ്. അതോടൊപ്പം തന്നെ ഷൈബത്തും ഉത്തുബത്തുമുണ്ട്. അവർ ബനു അബ്ദ് ഷംസിലെ പ്രതിനിധികളാണ്. വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. മക്കയിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരിൽപ്പെട്ട ആളാണ്. നളർ ബിൻ ഹാരിസ് ഉണ്ട്. അദ്ദേഹം ബനു അബ്ദുദ്ദാർ കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ അബുൽ ബുഖ്തരി ബിൻ ഹിഷാം ഉണ്ട്. അദ്ദേഹം ബനു അസദ് കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. മാത്രമല്ല മക്കയിലെ മറ്റൊരു പ്രധാനിയായിരുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് ഉണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫ് ബനു ജുമഹ് കുടുംബത്തിൻ്റെ പ്രതിനിധിയാണ്. ഇങ്ങനെ മക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള, തീരുമാനങ്ങൾ എടുക്കാറുള്ള കുടുംബങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. യോഗം തുടങ്ങാൻ വേണ്ടി എല്ലാവരും ദാറുൻ നദ്വയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ദാറുൻ നദ്വയുടെ വാതിൽക്കൽ അവർ ഒരാളെ കണ്ടു. അയാളെ കണ്ടാൽ, ദൂരെ നിന്ന് കണ്ടാൽ തന്നെ അദ്ദേഹം ഒരു ഷെയ്ഖാണ് എന്ന് തോന്നിപ്പോകും. പ്രായാധിക്യമുള്ള ആളാണ്. ആകെ മൂടി പുതച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നിൽപ്പ്. ദാർനദ്വയിലേക്ക് വന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട് ചോദിച്ചു, താങ്കൾ ആരാണ്, എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നജ്ദിൽ നിന്ന് വന്ന ഒരാളാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു യോഗം ചേരുന്നുണ്ട് എന്ന വിവരമറിഞ്ഞ് കൗതുകത്തോടുകൂടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതും നിങ്ങൾ തീരുമാനിക്കുന്നതുമായ കാര്യങ്ങൾ എനിക്കും കേൾക്കാം എന്ന് താല്പര്യമുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് പറ്റുകയാണ് എങ്കിൽ എനിക്ക് നിങ്ങളോട് ചില ഉപദേശങ്ങളൊക്കെ നൽകുകയും ചെയ്യാം. ഞാൻ ചെറിയ ഇടപെടലുകളൊക്കെ നടത്തുകയും ചെയ്യാം. അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇദ്ദേഹം ഞങ്ങളോടുമായി ആശയപ്പൊരുത്തമുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരന്മാരോ മറ്റോ ഒന്നും അല്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ വരൂ, ഇരിക്കൂ, നിങ്ങളും കൂടിക്കോളൂ ഞങ്ങളുടെ ഈ യോഗത്തിൽ. അങ്ങനെ അവർ തുടക്കത്തിൽ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി. ആ വിലയിരുത്തലുകളിൽ നിന്ന് വീണ്ടും അവരുടെ മനസ്സുകൾ ഒന്നുകൂടി ഉറപ്പിച്ചു, തങ്ങൾ കരുതുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങൾ. സ്ഥിതി കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന ചർച്ചയിലേക്ക് കടന്നു. രണ്ടാമതായി ഓരോരുത്തരും തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആദ്യം അഭിപ്രായപ്പെട്ടത് അബുൽ അസ്വദ് ആയിരുന്നു. അബുൽ അസ്വദ് പറഞ്ഞു, നമുക്ക് മുഹമ്മദിനെ നാട്ടിൽ നിന്ന് നാട് കടത്താം. എവിടെയെങ്കിലും പോകട്ടെ, നമ്മുടെ നാട്ടിലേക്ക് ഇനി വരാൻ പാടില്ല എന്ന ഒരു വ്യവസ്ഥയിൽ നമുക്ക് നാട്ടിൽ നിന്ന് പുറത്താക്കാം. ആ അഭിപ്രായം മുന്നോട്ട് വെക്കപ്പെട്ടു. ഏറെക്കുറെ ആദ്യത്തെ അഭിപ്രായം അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് നാട് കടത്തുക, അങ്ങനെ മക്കയുടെ ശല്യം അവസാനിപ്പിക്കുക. ആ അഭിപ്രായത്തെക്കുറിച്ച് ഓരോരുത്തരും മനസ്സിൽ
ചിന്തിച്ചു നോക്കി, കണക്ക് കൂട്ടി നോക്കി. അതിൻ്റെ ഇടയിൽ നേരത്തെ വന്ന നജ്ദിൽ നിന്ന് വന്ന നജ്ദികാരനായ ഷെയ്ഖ് പറഞ്ഞു, അതൊരു നല്ല അഭിപ്രായമായി എനിക്ക് തോന്നുന്നില്ല. എന്താണ് കാരണം എന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ ഈ മുഹമ്മദിനെ. മുഹമ്മദ് വാചാലനാണ്, സമർത്ഥനാണ്, നല്ല സമീപനമാണ്, ജനങ്ങളോടൊക്കെ പെരുമാറാൻ അതിവൈദഗ്ധ്യമുള്ള ആളാണ്. ആയതുകൊണ്ട് നമ്മൾ മുഹമ്മദിനെ ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും യാത്രയാക്കിയാൽ, നാട് കടത്തിയാൽ, എവിടെയാണോ മുഹമ്മദ് എത്തുന്നത് അവിടെ കിടന്ന് മുഹമ്മദ് വളരാൻ ആവശ്യമായ എല്ലാ കഴിവും മുഹമ്മദിനുണ്ട്. അങ്ങനെ വളർന്നാൽ പിന്നീടൊരു നാൾ മുഹമ്മദ് അവിടെ തൻ്റെ ശക്തി സംഭരിക്കും, എന്നിട്ട് തിരിച്ചു വരും, നമ്മെ നേരിടും. അതുകൊണ്ട് അത് അപകടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടെ ആ അഭിപ്രായം തള്ളപ്പെട്ടു. അപ്പോഴേക്കും മറ്റൊരാൾ ഒച്ചയനക്കി അയാളുടെ അഭിപ്രായം പറയാൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.